റഷ്യൻ ക്രൂഡ് ഓയിലുമായി സഞ്ചരിച്ച ഒരു കൂറ്റൻ എണ്ണക്കപ്പൽ തകർന്ന് ഒമാൻ തീരത്തിന് സമീപം വൻ എണ്ണച്ചോർച്ച ഉണ്ടാക്കുന്നുവെന്ന വാർത്ത ആഗോളതലത്തിൽ പരിസ്ഥിതി നയതന്ത്ര വൃത്തങ്ങളെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഒമാന്റെ അതീവ സംരക്ഷിത കടൽ പ്രദേശങ്ങൾക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് കരോളിൻ ബസംഗി എന്ന എണ്ണക്കപ്പൽ കടലിൽ അപകടത്തിൽപ്പെട്ട് കിടന്നത്. ദിവസങ്ങൾ ചെല്ലുന്തോറും മേഖലയിൽ ശക്തമാകുന്ന കാലവർഷവും കനത്ത കടൽക്കാറ്റും എണ്ണച്ചോർച്ചയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. അന്താരാഷ്ട്ര ഉപഗ്രഹ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും കപ്പലിന് ചുറ്റും കറുത്ത എണ്ണപ്പടലം പടർന്നു പിടിക്കുന്നതായി കണ്ടെത്തി. ഈ പരിസ്ഥിതി നാശം ഒമാന്റെ അപൂർവ സമുദ്ര ജൈവ വൈവിധ്യത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നതനുസരിച്ച് അപകടത്തിൽപ്പെട്ട കരോളിൻ ബസംഗി കപ്പലിന് ചുറ്റും വൻതോതിൽ ക്രൂഡ് ഓയിൽ പടർന്നു കഴിഞ്ഞു. ഇതിനു പുറമെ കപ്പലിൽ നിന്ന് ഒഴുകി പരക്കുന്ന എണ്ണപ്പാളികൾ ഒമാനിലെ തന്ത്രപ്രധാനമായ അൽ കിബ്ലിയ ദ്വീപിന്റെ ദിശയിലേക്ക് അതിവേഗം നീങ്ങുന്നതായും കണ്ടെത്താനായിട്ടുണ്ട്. കടലിലെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന റിമോട്ട് സെൻസിംഗ് വിദഗ്ധർ നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് കപ്പലിന്റെ അടിഭാഗത്തോ പുറം തോടിലോ വൻ വിള്ളൽ വീണിട്ടുണ്ടാകാം. ഈ വിള്ളലിലൂടെയാണ് ഉള്ളിലുള്ള അപരിഷ്കൃത എണ്ണ കടലിലേക്ക് അനിയന്ത്രിതമായി ഒഴുകുന്നത്. റഷ്യയിലെ പ്രധാന തുറമുഖമായ നെവോറോസ്കിൽ നിന്നാണ് ഈ എണ്ണക്കപ്പൽ ഇന്ധനം നിറച്ച് യാത്ര തിരിച്ചത്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക വാണിജ്യ ഉപരോധങ്ങൾ കാറ്റിൽ പറത്തി എണ്ണ കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും നേരത്തെ തന്നെ ഉപരോധം ഏർപ്പെടുത്തിയ കപ്പലുകളിൽ ഒന്നാണിത്. റഷ്യ തങ്ങളുടെ എണ്ണ വിപണി സജീവമായി നിർത്താൻ ഉപയോഗിക്കുന്ന രഹസ്യ സമാന്തര കപ്പൽ വ്യൂഹത്തിന്റെ ഭാഗമാണ് ഈ കപ്പൽ എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ ആരോപിക്കുന്നത്. ആവശ്യത്തിന് സുരക്ഷാ പരിശോധനകളോ ഇൻഷുറൻസ് സംരക്ഷണമോ ഇല്ലാത്ത ഇത്തരം പഴകിയ കപ്പലുകൾ അന്താരാഷ്ട്ര സമുദ്രപാതയിൽ ഉപയോഗിക്കുന്നത് വൻ ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്ന് മുൻപ് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. എണ്ണ ചോർച്ചയ്ക്ക് തൊട്ടു മുൻപ് കടലിൽ ഒരു ശക്തമായ സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ത്തിന് കാരണം കപ്പലിനുണ്ടായ യന്ത്ര തകരാറാണോ, നിലവിലെ ആഗോള സംഘർഷങ്ങളുടെ ഭാഗമായുള്ള ആക്രമണമാണോ, അതോ ബോധപൂർവം നടത്തിയ അട്ടിമറിയാണോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. കപ്പലിന്റെ ഉള്ളിലെ തകരാറുകൾ മൂലം ഇന്ധന ടാങ്കിൽ സ്ഫോടനം ഉണ്ടായതാണോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രോൺ മിസൈൽ ആക്രമണത്തിന് ഇരയായതാണോ എന്നതിനെ കുറിച്ച് വിവിധ വിദേശാന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചു വരികയാണ്. ശക്തമായ തിരമാലകളും കാലവർഷക്കാറ്റും കാരണം കപ്പലിന്റെ അടിഭാഗത്തെ വിള്ളലിന്റെ ആഘാതം വർദ്ധിക്കുകയാണെങ്കിൽ കപ്പൽ പൂർണ്ണമായും രണ്ടായി പിളരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ടാങ്കറിലുള്ള മുഴുവൻ എണ്ണയും കടലിലേക്ക് ഒഴുകുകയും ചരിത്രത്തിലെ ഏറ്റവും വലിയ എണ്ണ ദുരന്തങ്ങളിലൊന്നായി ഇത് മാറുകയും ചെയ്യും. ഒമാന്റെ തീരപ്രദേശങ്ങൾ ലോകത്തിലെ ഏറ്റവും അപൂർവമായ സമുദ്രജീവികളുടെ ആവാസ കേന്ദ്രമാണ്. ചോർച്ച ശക്തമാകുന്നതോടെ മേഖലയിലെ മത്സ്യസമ്പത്തിന് വൻതോതിൽ നാശം സംഭവിക്കുമെന്ന ആശങ്കയിലാണ് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും പരിസ്ഥിതി പ്രവർത്തകരും. മേഖലയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം കടലാമകൾ, തിമിംഗലങ്ങൾ, വിവിധ തരം കടൽ പക്ഷികൾ എന്നിവയുടെ ജീവനാണ് എണ്ണ ചോർച്ച കാരണം പെട്ടെന്ന് അപകടത്തിലായിരിക്കുന്നത്. ഒമാൻ ഉൾക്കടലിലെ മാൻഗ്രോവ് വനങ്ങളെയും പവിഴപ്പുറ്റുകളെയും ഇത് പൂർണ്ണമായും നശിപ്പിച്ചേക്കാം. കടലിൽ പടരുന്ന എണ്ണപ്പടലം ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്നും ജലത്തിലേക്ക് കലരുന്നത് തടയുന്നതിനാൽ ദശലക്ഷക്കണക്കിന് ചെറുമീനുകളും സമുദ്ര സസ്യങ്ങളും ശ്വാസം മുട്ടി ചത്തൊടുങ്ങാൻ ഇടയാക്കും. ഇത് ഒമാന്റെ സമുദ്ര ആവാസ വ്യവസ്ഥയെ തിരിച്ചുപിടിക്കാനാകാത്ത വിധം തകർത്തേക്കാം. അപകട വിവരം അറിഞ്ഞത് മുതൽ ഒമാൻ കോസ്റ്റ് ഗാർഡും ദുരന്ത നിവാരണ സേനയും അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. എണ്ണ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരാതിരിക്കാൻ കടലിൽ പ്രത്യേക ബാരിയറുകൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ മേഖലയിൽ നിലനിൽക്കുന്ന കടുപ്പമേറിയ കാലാവസ്ഥയും കൂറ്റൻ തിരമാലകളും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള കപ്പലുകൾക്ക് പോലും അപകട സ്ഥലത്തേക്ക് അടുക്കാൻ പ്രയാസമുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി സർവീസ് നടത്തുന്ന റഷ്യൻ ഷാഡോ ഫ്ലീറ്റ് കപ്പലുകൾ ആഗോള സമുദ്ര സുരക്ഷയ്ക്ക് എത്രത്തോളം ഭീഷണിയാണെന്ന് ഈ സംഭവം വീണ്ടും അടിവരയിടുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഇത്തരം കപ്പലുകൾക്ക് അപകടം സംഭവിച്ചാൽ നഷ്ടപരിഹാരം നൽകാനോ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ ആരും മുന്നോട്ട് വരില്ല. യൂറോപ്യൻ യൂണിയന്റെയും UK-യുടെയും ഉപരോധ പട്ടികയിലുള്ള കപ്പലായതിനാൽ അന്താരാഷ്ട്ര കമ്പനികൾ സഹായിക്കാൻ മടിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. നയതന്ത്രപരമായും നിയമപരമായും ഒമാൻ ഗവൺമെന്റ് വലിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഒമാന്റെ വടക്കൻ കിഴക്കൻ തീരപ്രദേശങ്ങളിലെ വിനോദസഞ്ചാര മേഖലയ്ക്കും ഈ എണ്ണ ചോർച്ച കനത്ത തിരിച്ചടിയാകും.
മനോഹരമായ കടൽ തീരങ്ങളും ഡൈവിംഗ് കേന്ദ്രങ്ങളും എണ്ണക്കറ പുരണ്ടു നശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രാദേശിക വാണിജ്യത്തെയും ശുദ്ധജല നിർമ്മാണ പ്ലാന്റുകളെയും ഇത് ദോഷകരമായി ബാധിച്ചേക്കാം. കടൽവെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന ഒമാനിലെ കേന്ദ്രങ്ങളുടെ സമീപത്തേക്ക് എണ്ണപ്പടലം എത്തിയാൽ ജനങ്ങൾക്ക് കുടിവെള്ള വിതരണം പോലും തടസ്സപ്പെടും. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുടെ സഹായം തേടാൻ ഒമാൻ ഭരണകൂടം ആലോചിക്കുന്നുണ്ട്. എണ്ണക്കപ്പലിൽ അവശേഷിക്കുന്ന ക്രൂഡ് ഓയിൽ സുരക്ഷിതമായി മറ്റൊരു കപ്പലിലേക്ക് മാറ്റുക എന്നതാണ് നിലവിൽ പ്രാഥമികമായി ചെയ്യാനുള്ളത്. പക്ഷേ കാലവർഷം അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കപ്പലിൽ നിന്ന് എണ്ണ പമ്പ് ചെയ്തു മാറ്റുക എന്നത് അത്യന്തം അപകടകരമായ ദൗത്യമാണ്. ചെറിയൊരു വീഴ്ച പോലും വലിയൊരു സ്ഫോടനത്തിലേക്കോ കൂടുതൽ എണ്ണ ചോർച്ചയിലേക്കോ നയിച്ചേക്കാം. അഭൂതപൂർവമായ ഈ പാരിസ്ഥിതിക ഭീഷണി കൈകാര്യം ചെയ്യാൻ ഒമാൻ തീരത്ത് അത്യാഹിത വിഭാഗങ്ങൾ സദാ സന്നദ്ധരായി നിലയുറപ്പിച്ചിട്ടുണ്ട്. വിഷമയമായ എണ്ണപ്പടലങ്ങൾ തീരത്തേക്ക് അടിച്ചു കയറുന്നത് തടയാൻ രാസവസ്തുക്കൾ തളിക്കുന്നത് ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ സൈന്യം ആലോചിക്കുന്നുണ്ട്. ഈ സംഭവം വരും ദിവസങ്ങളിൽ റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ പോരുകൾക്കും വഴിമരുന്നത്. തങ്ങളുടെ ഉപരോധങ്ങൾ ലംഘിച്ച് നടത്തിയ നിയമവിരുദ്ധമായ എണ്ണക്കടത്താണ് ഇത്തരമൊരു ദുരന്തത്തിന് കാരണമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇതൊരു വലിയ ചർച്ചയായി മാറും. പശ്ചിമേഷ്യൻ കടലിടുക്കുകളിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിനും ഇന്ധന വിതരണത്തിനും ഈ അപകടം സൃഷ്ടിക്കുന്ന ഭീഷണി ചെറുതല്ല. ഒമാൻ തീരത്തെ സമുദ്രജീവികളുടെ നിലനിൽപ്പും പരിസ്ഥിതി സംരക്ഷണവും മുൻനിർത്തി അടിയന്തര അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്.